ഓം പീതാംബരം കരവിരാശംഖചക്രം കൗമോദഗീം സരസ്യം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേ സമനിശം ഹൃദി ഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം. എല്ലാവർക്കും നമസ്കാരം. ഗീതയിലെ മോക്ഷസന്യാസയോഗത്തില് 31-ാമത്തെ ശ്ലോകം തൊട്ടാണ് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത്. 30-ാമത്തെ ശ്ലോകം തൊട്ട് പ്രവർത്തീംച നിവർത്തീംച കാര്യൈ ഭയാഭയൈ ബന്ധം മോക്ഷം ച യാ വേത്തീം ബുദ്ധിസ പാർത്ഥസാത്വികി. അല്ലയോ അർജുന, പ്രവൃത്തി നിവർത്തി, ചെയ്യേണ്ടത് ചെയ്യരുതാത്തത്, ഭയപ്പെടേണ്ടത് ഭയപ്പെടേണ്ടാത്തത്, ബന്ധം മോക്ഷം എന്നിവ വേർതിരിച്ചറിയുന്ന ബുദ്ധി യാതൊന്നാണോ അത് സാത്വിക ബുദ്ധി എന്ന് പറയപ്പെടുന്നു. തെറ്റും ശരിയും, വേണ്ടതും വേണ്ടാത്തതും, സ്വീകരിക്കേണ്ടതും പരിത്യജിക്കേണ്ടതും, ബന്ധഹേതുക്കളും മോക്ഷ ഉപായങ്ങളും എല്ലാം വേർതിരിച്ചറിയാൻ ശക്തി നൽകുന്ന വിവേക ബുദ്ധിയാണ് സാത്വിക ബുദ്ധി എന്ന് പറയുന്നത്. അതായത് വിശേഷ ബുദ്ധിയാണ് മനുഷ്യന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അനുഗ്രഹം ഭഗവാൻ നൽകിയിരിക്കുന്നത്. അത് മേധാബുദ്ധി എന്തിനെയാണ് സാത്വിക ബുദ്ധി എന്ന് പറയുന്നത്. മേധാബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാവങ്ങൾക്കും എല്ലാ ആക്ഷൻസിനും ഗുണവും ദോഷവും ഉണ്ട്. ആ ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള യഥാർത്ഥ വിവേചന ശക്തിയെ യൂട്ടിലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ബുദ്ധിക്കാണ് വിശേഷ ബുദ്ധി അഥവാ മേധാബുദ്ധി, യഥാർത്ഥ സാത്വിക ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ പ്രവൃത്തി എന്താണ്, നിവൃത്തി എന്താണ്, അതുപോലെ ചെയ്യേണ്ടത് എന്താണ്, ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്, എന്തിനെയാണ് ഭയപ്പെടേണ്ടത്, എന്തിനെയാണ് ഭയപ്പെടേണ്ടാത്തത്, എന്ത് ചെയ്താലാണ് നമുക്ക് ബന്ധം ഉണ്ടാകാത്തത്, അതായത് കർമ്മബന്ധനങ്ങൾ ഉണ്ടാകാതെ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയെന്ന് തിരിച്ചറിയാം. ഈശ്വര സാക്ഷാത്കാരത്തിന് അഥവാ മോക്ഷത്തിന് ഉതകുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാം. അതായത് വേണ്ടതും വേണ്ടാത്തതിനെയും പറ്റി തിരിച്ചറിയാം. ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ സാത്വിക ബുദ്ധി എന്നർത്ഥം. അപ്പൊ നമ്മുടെ ബുദ്ധി ഇത്തരത്തിലാണോ? നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടാകാവുന്ന ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടാണോ നാം പ്രവർത്തിക്കുന്നത്? ഇനി പ്രവൃത്തി എന്ന് പറഞ്ഞാലും നിവർത്തി എന്ന് പറഞ്ഞാലും അതിന്റെ വ്യത്യാസം തന്നെ തിരിച്ചറിയുന്നുണ്ടോ? പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുടെ പ്രത്യേകത അത് വീണ്ടും വീണ്ടും കർമ്മബന്ധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നിവർത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജന്മവാസനയും കർമ്മവാസനയും അനുസരിച്ചുള്ള കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകുക. അതിന് ഉതകുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി തിരിച്ചറിയുക ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് മറ്റൊന്ന് ആരംഭിക്കുന്ന ബുദ്ധിയുണ്ടല്ലോ, അതിനെ ഈ പ്രവൃത്തി എന്ന് പറയും. ഒന്നിൽ നിന്ന് ഇല്ലെങ്കിൽ ഒരു കാര്യം വേണ്ടാന്ന് വെച്ച് അതിൽ നിന്ന് വിരക്തി ഉണ്ടാക്കിയിട്ട് അതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് മറ്റെന്തെങ്കിലും തുടങ്ങാം. ചായ കൂടി നിർത്താൻ വേണ്ടിയിട്ട് കാപ്പി കൂടി തുടങ്ങി, കാപ്പി കൂടി നിർത്താൻ വേണ്ടിയിട്ട് പാലും വെള്ളം കുടിക്കാൻ തുടങ്ങി, പാലും വെള്ളം കുടിക്കാൻ നിർത്താൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും തുടങ്ങി. ഇങ്ങനെ പലതരത്തിൽ നമ്മൾ ഒന്നിനോടൊന്ന് ബന്ധിപ്പിച്ചുകൊണ്ട് വീണ്ടും പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് നിർത്തിയിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും ആരംഭിച്ചാൽ അതിന് ഉതകുന്ന, അത് ഗുണദോഷങ്ങളെയൊന്നും വേണ്ട വിധത്തിൽ തിരിച്ചറിയാതെ പ്രവർത്തിക്കുമ്പം ഒന്നിൽ നിന്ന് അറ്റാച്ച്മെന്റ് വിടാൻ വേണ്ടിയിട്ട് മറ്റൊന്നിലേക്ക് എന്തെങ്കിലും മമത ഉണ്ടാക്കുക. ഇത്തരത്തിലുള്ള പ്രവൃത്തികളെയാണ്, ഇല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിയാണ് പ്രവൃത്തി എന്തെന്ന് തിരിച്ചറിയാതെ പോകുക. അപ്പൊ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും കർമ്മബന്ധനത്തിൽ, ഒരു കർമ്മബന്ധനത്തിൽ നിന്ന് വിട്ടാലും വേണ്ടില്ല, പുതിയതായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാക്കുക. അതാണ് പ്രവൃത്തി. നിവർത്തി എന്ന് പറഞ്ഞാലോ നിലവിലുള്ള കർമ്മങ്ങളെ ഇല്ലെങ്കിൽ നമ്മുടെ ഗുണദോഷങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏതൊരു കർമ്മം ചെയ്താലാണോ നമുക്ക് അതിൽ നിന്ന് മുക്തനാകാൻ സാധിക്കുക. അപ്പൊ ഉപേക്ഷിച്ചാൽ തന്നെ വീണ്ടും അത് ആരംഭിക്കാതിരിക്കുന്ന മാർഗത്തെയാണ് ഇവിടെ നിവർത്തി മാർഗം എന്ന് പറയുന്നത്. അപ്പൊ സാത്വിക ജ്ഞാനത്തോടെ സാത്വികനായിട്ട് സാത്വിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തി ഈ സാത്വിക ബുദ്ധിയെ ഉപയോഗിക്കുന്നെങ്കിൽ പ്രവൃത്തിയും നിവർത്തിയും എന്നുള്ള ഗുണഭേദത്തെ, വ്യത്യാസത്തെ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് തിരിച്ചറിയണം. അപ്പോൾ അത് ചെയ്യാൻ പുറപ്പെടുമ്പോൾ എന്താണ് ഭയപ്പെടേണ്ടത്, ഭയപ്പെടേണ്ടാതെ ചെയ്യേണ്ടത് എന്താണ്? കർമ്മബന്ധനം ഉണ്ടാക്കുന്നത് ഒരു ഭയപ്പാടുണ്ടാകണം. ഇല്ലെങ്കിൽ ആ കർമ്മബന്ധനക്കുള്ള വീണ്ടും ജനിക്കാനിട വരാം.
അപ്പം എന്താണ് കർമ്മബന്ധനത്തെ ഉണ്ടാക്കുന്നതും ഈശ്വരപ്രാപ്തിയിലേക്ക് നമ്മളെ എത്തിക്കുന്നതും എന്താണെന്നുള്ള തിരിച്ചറിയുക. ഈ തിരിച്ചറിയുന്ന ബുദ്ധി, ഗുണദോഷങ്ങളെ യഥാവിധി വിവേചന ശക്തി കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന ബുദ്ധിയാണ് ഇവിടെ സാത്വിക ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ സാത്വികനായിട്ടിരിക്കുന്ന ഒരാള് സാത്വിക ജ്ഞാനമാർജിക്കണം, സാത്വിക കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി സാത്വിക ബുദ്ധി ആയിരിക്കണം, ഇല്ലെങ്കിൽ വീണ്ടും കർമ്മബന്ധനങ്ങൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തെറ്റും ശരിയും, വേണ്ടതും വേണ്ടാത്തതും, സ്വീകരിക്കേണ്ടതും പരിത്യജിക്കേണ്ടതും, ബന്ധഹേതുക്കളും മോക്ഷ ഉപായങ്ങളും എല്ലാം വേണ്ടവണ്ണം ഗുണദോഷങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ ശക്തിയാണ് ഇവിടെ സാത്വിക ബുദ്ധി അഥവാ വിവേക ബുദ്ധി എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ ഈ സാത്വിക ബുദ്ധി വിവേക ബുദ്ധി യഥാർത്ഥത്തിൽ ഉറക്കണം എന്നുണ്ടെങ്കിൽ ചിലതൊക്കെ നമ്മൾ ചെയ്തിട്ട് അനുഭവം ഉണ്ടാകുമ്പോഴേ, വിശേഷ ജ്ഞാനമാകുമ്പോഴേ, ഇപ്പൊ ഞാൻ പറയുന്നതോ ഇല്ലേ ഭഗവാൻ പറഞ്ഞതോ ഈ തത്വബോധത്തെ അറിവ് നേടിയിട്ട് ഇത് ഇപ്രകാരം ചെയ്ത് അനുഷ്ഠിച്ച് അതിൻ്റെ യഥാർത്ഥ വിജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തണം. അതായത് അനുഭവജ്ഞാനം, അതിനെയാണ് വിവേക ബുദ്ധി എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ സാത്വിക ബുദ്ധി. അപ്പൊ അനുഭവജ്ഞാനം ഉണ്ടാക്കണം എന്നർത്ഥം. അനുഭവജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ഭഗവാൻ പറഞ്ഞ ഈ ശാസ്ത്രത്തെ യഥാവിധി അനുസരിക്കണം. അനുകരിച്ചാൽ ഒരിക്കലും വിവേക ബുദ്ധി ഉണ്ടാവില്ല. അനുകരിക്കുന്നത് ആരെ കുറിച്ചായിരിക്കും? നമുക്ക് അനുഭവജ്ഞാനമുള്ളവർ പറഞ്ഞത് അതേപടി കണ്ണു അടച്ച് അനുസരിച്ചാൽ, അത് അനുഷ്ഠിക്കാൻ ശ്രമിച്ചാൽ അത് അനുകരണം എന്നാ പറയുക. അപ്പൊ ഞാൻ പറയുന്നത് കേട്ടിട്ട് അതിന്റെ മുൻപും പിൻപും നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ കർമാവസനയും ഒന്നും തിരിച്ചറിയാതെ ഏതൊരു ബുദ്ധി കൊണ്ടാണോ നിങ്ങൾ, അപ്പൊ എന്റെ ബുദ്ധി ഉപയോഗിക്കണം, പരാബുദ്ധി ഉപയോഗിക്കാൻ നടത്തും. അതല്ല, അവിടെ വിവേകം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി, ഞാൻ പറയുന്നത് തന്നെ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളാണ്, ആ കാര്യങ്ങള് ഒന്ന് പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ തക്കവണ്ണം എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളും ഇത് കേട്ടിട്ട് നിങ്ങളുടെ അനുഭവത്തിൽ ഇത് ഉപയോഗിക്കുന്ന ബുദ്ധിയാണ് ഇവിടെ വിവേക ബുദ്ധി എന്ന് പറയുന്നത്, വിശേഷ ബുദ്ധി. അപ്പം എനിക്ക് ഗുണം ചെയ്യുന്ന കാര്യം നിങ്ങൾക്കും അതേപടി ഗുണം ചെയ്യണം എന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ സ്വഭാവം കർമ്മവാസനയെ അനുസരിച്ചുകൊണ്ട് കഴിവും അവരവരുടെ കർത്തവ്യ കർമ്മത്തിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകാം. എത്ര സാത്വിക കാറ്റഗറി പെട്ടാൽ പോലും അവരവരുടെ സ്വഭാവത്തിൽ അവരവരുടെ കർമ്മ മേഖലകളിൽ വ്യത്യാസമുണ്ടാകും. ധർമ്മത്തിന് ഇഷ്ടാനിഷ്ടങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ അതനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് നമ്മൾ നടത്തണം. അതനുസരിച്ചുകൊണ്ട് വേണം നമ്മുടെ ബുദ്ധിയെ നമ്മൾ ഉപയോഗിക്കാൻ. അപ്പൊ സെൽഫ് ഡിസിഷൻസ് എടുക്കാവുള്ളൂ. സെൽഫ് ഡിസിഷൻ എടുത്താൽ അത് ത്യാഗമനസ്സോടെ നടപ്പാക്കാൻ വേണം. അത് സാത്വിക ത്യാഗത്തോടു കൂടി നടപ്പാക്കണം. അതിന് കുറച്ച് ക്ലേശങ്ങളൊക്കെ ഉണ്ടായാലും അത് ആണ് ശാശ്വതമായ ശാന്തിയും സമാധാനവും നമുക്ക് നൽകിയുള്ളൂ എന്ന് ഇവിടെ തിരിച്ചറിയണം. ഇനി രാജസബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? യാ ധർമ്മ അധർമ്മം ച കാര്യം ച കാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധിസ പാർത്ഥരാജസി. അല്ലയോ പാർത്ഥ, ധർമ്മത്തെയും അധർമ്മത്തെയും കർത്തവ്യത്തെയും കർത്തവ്യമല്ലാത്തതിനെയും യാഥാർത്ഥ്യമല്ലാത്ത വിധം അറിയുന്നത് യാതൊരു ബുദ്ധി കൊണ്ടാണോ ആ ബുദ്ധി രാജസമാകുന്നു. അപ്പൊ രാജസബുദ്ധിക്ക് ധർമ്മ അധർമ്മങ്ങളെയും കാര്യകാരണങ്ങളെയും കുറിച്ചെല്ലാം അയഥാർത്ഥമായ അറിവാണുള്ളത്. ഇവിടെയാണ് ഈ രജോ ഗുണ ബുദ്ധിയുള്ളവർക്കാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുക. അതിൽ യാഥാർത്ഥ്യബോധം മനസ്സിലാക്കില്ല, യാഥാർത്ഥ്യബോധം ഇല്ലാതെ പ്രവർത്തിക്കുക. ധർമ്മത്തെയും അധർമ്മത്തെയും കർത്തവ്യത്തെയും കർത്തവ്യമല്ലാത്തതിനെയും യാഥാർത്ഥ്യമല്ലാത്ത വിധം തിരിച്ചറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബുദ്ധി രാജസ ബുദ്ധിയാകുന്നു. അപ്പൊ നമ്മുടെ കാറ്റഗറി ഈ ബുദ്ധിയാ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കണ്ടതിന്റെയും കേട്ടതിന്റെയും പിന്നാലെയൊക്കെ പരക്കം പായുന്നതെന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ പറ്റാതെ പോകും. അപ്പൊ വേണ്ടതും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന സാത്വിക ബുദ്ധി ഉപയോഗിച്ചില്ലെങ്കിൽ അതുകൊണ്ട് അത് പ്രശ്നമാകും. അപ്പൊ രജോ ഗുണാത്മകമായ ബുദ്ധി ദുഃഖഹേതുക്കളായി മാറാൻ കാരണം ഗുണദോഷങ്ങളെ തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്ന ബുദ്ധിയാണ്. വിവേചന ബുദ്ധി നമുക്ക് വിശേഷ ബുദ്ധി മനുഷ്യന് തന്നിട്ടുണ്ടെങ്കിലും അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ പ്രവർത്തിക്കുന്ന ബുദ്ധി രജോ ഗുണാത്മകമാണ്. വേണ്ട വിധത്തിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മത്തെയും അധർമ്മത്തെയും കർത്തവ്യത്തെയും വേണ്ട വിധം അല്ലാതെ തിരിച്ചറിയുന്ന ബുദ്ധി. അതിന്റെ ഗുണദോഷങ്ങളെ ഒന്നും വേണ്ട വിധത്തിൽ തിരിച്ചറിഞ്ഞാൽ തന്നെ തെറ്റായിട്ട് തിരിച്ചറിയും, തെറ്റിദ്ധാരണയുണ്ടാകും. അങ്ങനെ പ്രവർത്തിക്കുന്ന ബുദ്ധി രജോ ഗുണാത്മകമായിരിക്കും. അതാണ് നമുക്ക് ദുഃഖഹേതുക്കളായിട്ട് മാറുന്നത്.
കാരണം അത് ചെയ്തു കഴിയുമ്പോൾ ചിലപ്പോൾ ദുഃഖം വന്ന് ഭവിക്കുമ്പോഴാണ് മനസ്സിലാക്കണേ, അയ്യോ ഇത് വേണ്ടായിരുന്നു, അബദ്ധം പറ്റി എന്നുള്ള തോന്നലൊക്കെ ഈ രജോ ഗുണ സ്വഭാവത്തിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് അധർമ്മം ധർമ്മം ഇതിയാം അന്യതേ തമസാവൃത സർവാർത്ഥാം വിപരീതാംശ ബുദ്ധിസ പാർത്ഥ താമസി. അർജുന, യാതൊരു ബുദ്ധിയാണോ തമസാൽ മൂടപ്പെട്ട് അധർമ്മത്തെ ധർമ്മമായും സകലതിനെയും വിപരീതമായും അറിയുന്നത്, ആ ബുദ്ധി താമസ ബുദ്ധിയാകുന്നു, തമോ ഗുണപ്രധാനമാകുന്നു എന്നർത്ഥം. യാതൊരു ബുദ്ധിയാണോ തമസാൽ മൂടപ്പെട്ട് അധർമ്മത്തെ ധർമ്മമായി കാണുക. രജോ ഗുണത്തിന്റെ ഒരു വകഭേദമേ ഉള്ളൂ, തെറ്റിദ്ധാരണ. രജോ ഗുണത്തിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി ധർമ്മത്തെയും അധർമ്മത്തെയും വേണ്ട വിധത്തിൽ തിരിച്ചറിയാതെ കർത്തവ്യ കർമ്മവും കർത്തവ്യമല്ലാത്തതിനെയും തെറ്റിദ്ധാരണ കൊണ്ട് ചെയ്യുന്നു. യാഥാർത്ഥ്യമല്ലാതെ വിധം അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കണ്ടതും കേട്ടതും അനുകരണ സ്വഭാവം കൂടുതലുള്ളതും ഈ രജോ ഗുണാത്മക ബുദ്ധിക്കായിരിക്കും. ഇനി തമോ ഗുണാത്മകമായ ബുദ്ധിയുടെ പ്രത്യേകത എന്താ? അവര് അധർമ്മത്തെ ധർമ്മമായി കാണും. അവർക്ക് ആത്മനിയന്ത്രണം ഉണ്ടാകില്ല, ത്യാഗമനസ്ഥിതി ഉണ്ടാകില്ല, അവര് ധ്യേയം ഉണ്ടാവില്ല. ഇത്തരത്തിൽ പ്രവർത്തിക്കാറുള്ള ബുദ്ധി അത് തമോ ഗുണ ബുദ്ധിയാണ്. അപ്പൊ തമസാൽ മൂടപ്പെട്ട അധർമ്മത്തെ ധർമ്മമായും സകലത്തിനെയും വിപരീതമായും തിരിച്ചറിയും. ആ ബുദ്ധി താമസ ബുദ്ധിയാകുന്നു, തമോ ഗുണപ്രധാനമാകുന്നു. അപ്പം സാത്വിക ബുദ്ധി എന്താണെന്നും രജോ ഗുണ ബുദ്ധി എന്താണെന്നും തമോ ഗുണ ബുദ്ധിയുടെ പ്രത്യേകത എന്താണെന്നും ഭഗവാൻ ഇവിടെ ലളിതമായിട്ട് പറഞ്ഞു. ഇത് വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഉള്ള ബുദ്ധി സാത്വികമാണോ രാജസമാണോ താമസമാണോ, നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട ബുദ്ധി എന്ന് പറയുന്നത് ഈ മൂന്ന് ബുദ്ധിയുടെ വകഭേദത്തെ തിരിച്ചറിയണം. അപ്പം നമ്മൾ ഭക്തനാണെങ്കിൽ തന്നെ സാത്വിക ബുദ്ധിയിലാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്? ഈശ്വരൻ നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ആ കഴിവാണ് മേധാബുദ്ധി, വിശേഷബുദ്ധി എന്ന് പറയുന്നത്. അത് വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് സാത്വിക ബുദ്ധിയാണ്. അതേസമയം രജോ ഗുണ സ്വഭാവത്താൽ മനുഷ്യർ പൊതുവെ പ്രവർത്തിക്കുന്ന രജോ ഗുണാത്മകമായ ബുദ്ധിയാണ്. ഇനി അസുരി ഭാവമുള്ളവരോ തമോ ഗുണാത്മകമായ ബുദ്ധി ഉപയോഗിക്കാം. അപ്പൊ അവരുടെ സ്വഭാവത്തിൽ അവരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലായിരിക്കും എന്നർത്ഥം. അപ്പം ഇതിന്റെ വകഭേദത്തെ ശരിക്കും തിരിച്ചറിയണം എന്നർത്ഥം. അതുകൊണ്ട് തമോ ഗുണപ്രധാനമാകുന്ന ബുദ്ധിയെയും രജോ ഗുണപ്രധാനമാകുന്ന ബുദ്ധിയെയും അതിജീവിച്ചുകൊണ്ട് സാത്വിക ബുദ്ധി ഉപയോഗിക്കാൻ ഭക്തരായിട്ടുള്ളവർ ശ്രമിക്കണം എന്ന് സാരം. അതില്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും കർമ്മബന്ധനങ്ങൾ ഉണ്ടാകും എന്നർത്ഥം. ഇനി പറയാൻ പോകുന്നത് ധൈര്യത്തെ പറ്റിയാണ്. ആ ധൈര്യത്തിന്റെ ഭേദത്തെയാണ് ഇനി ഭഗവാൻ പറയുന്നത്. അത് നമുക്ക് എന്താണെന്ന് ശ്രദ്ധിക്കണം. അത് ഇനി ഭഗവാൻ പറയുന്നത് ധൈര്യത്തെ പറ്റിയാണ്. ധൃത്യാ ധാരയതേ ധാരയതേ മനഃപ്രാണേന്ദ്രിയ ക്രിയ യോഗേന അഭിചാരണ്യ ധൃതിസ പാർത്ഥ സാത്വികി. ഇനി ധൈര്യത്തിന്റെ മൂന്ന് ഭേദത്തെ, എന്താണ് സാത്വിക ധൈര്യം, എന്താണ് താമസ ധൈര്യം, എന്താണ് രാജസ ധൈര്യം എന്ന മൂന്ന് ഭേദത്തെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അല്ലയോ പാർത്ഥ, മനസ്സംയമന യോഗത്താൽ അന്യ വിഷയങ്ങളിൽ പ്രവേശിക്കാതെ വഴിതെറ്റിപ്പോകാതെ യാതൊരു ധൃതി കൊണ്ട് മനസ്സ്, പ്രാണങ്ങൾ, ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ ചേഷ്ടകളെ അടക്കി നിർത്തുന്നു ആ ധൃതി സാത്വികം എന്ന് പറയപ്പെടുന്നു. ധൃതി ധാരണാത്മികമായ നിവർത്തി അഥവാ സ്ഥൈര്യം അഥവാ യോഗം, ഏകാഗ്രമായ മനോവൃത്തി എന്നൊക്കെ പറയാം. അപ്പൊ സാത്വികമായ ധൈര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ നിത്യ നൈമിത്യ കർമ്മങ്ങളിലൂടെ അഷ്ടാംഗ യോഗത്തിലൂടെ മനസ്സംയമനത്തെ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ സാത്വിക ധൈര്യം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ മനസ്സംയമന യോഗത്താൽ അന്യ വിഷയങ്ങളിൽ പ്രവേശിക്കാതെ അഥവാ വഴി തെറ്റിപ്പോകാതെ യാതൊരു ധൈര്യം കൊണ്ട് മനസ്സ്, പ്രാണങ്ങൾ, ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ ചേഷ്ടകളെ അടക്കി നിർത്തുന്നുവോ, അതായത് മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധി ഉറപ്പിച്ച് ചിത്തശക്തിയെ ഉണർത്താനുള്ള കഴിവാണ് ഇവിടെ സാത്വിക ധൈര്യം എന്ന് പറയുന്നത്. അത് ഈ അഷ്ടാംഗ യോഗത്തിലൂടെ മാത്രമേ പ്രാപ്തമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ബുദ്ധി പോലും യഥാവിധി നമുക്ക് സാത്വിക ബുദ്ധി ഉപയോഗിക്കണമെങ്കിൽ ഈ ധൈര്യം കൂടി ആർജിക്കണം. ഇപ്പൊ കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി 5 ഗുണങ്ങളാൽ കൃത്യനിഷ്ഠയോട് കൂടി ഒരു ദിവസം പോലും മുടങ്ങാതെ നമുക്ക് ഈ നിത്യനൈമിത്യ കർമ്മങ്ങളെ ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിനൊരു ധൈര്യം വേണം. കാരണം പലതരത്തിലും പല ക്ലേശങ്ങളും പല മാർഗദർശനങ്ങളിലൂടെ നമ്മളെ വഴിതെറ്റിക്കാൻ ഇടവരാം.
ഇതൊന്നും ആവശ്യമില്ല, ഇങ്ങനെയുള്ള ഭക്തിയോഗം കൊണ്ട് എന്താ കാര്യം എന്നൊക്കെ പലരും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ ഈ പാതയിൽ നിന്ന് വ്യതിചലിക്കാതെ നിൽക്കാൻ ഒരു ധൈര്യം വേണം. അതിന് കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി, ഈ 5 ഗുണങ്ങൾ ഈ ഒരു മാർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതൊരു ധൈര്യത്തോടു കൂടി കൃത്യമായിട്ട് നമ്മൾ ആചരിക്കുന്ന നിത്യനൈമിത്യ കർമ്മങ്ങൾ, പ്രത്യേകിച്ചും ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്, വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്, മനസ്സുകൊണ്ട് ചെയ്യേണ്ട തപസ്സിനെ പറ്റിയൊക്കെ 17-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു. അപ്പൊ അത് ശ്രദ്ധയോടെ നടപ്പാക്കണമെങ്കിൽ അതിനുള്ള ബുദ്ധി ഉണ്ടെങ്കിലും അത് ധൈര്യമായിട്ട് നടപ്പാക്കണമെങ്കിൽ ആ സാത്വിക ബുദ്ധി വേണം, സാത്വിക ധൈര്യം വേണം. അപ്പൊ അതിനെയാണ് ഇവിടെ ധാരണാത്മകമായ നിവർത്തി, ആ ധൃതി, ധൈര്യം, യോഗം, ഏകാഗ്രമായ മനോവൃത്തി ഇത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കഷ്ടം തന്നെയാ. പറയാൻ എളുപ്പ, പ്രവൃത്തിയിൽ കൊണ്ടുവരാന്ന് പറയുന്നത് ഒരു ദിവസം പോലും മുടങ്ങാതെ ഒരു ആചാരത്തെ നമുക്ക് കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ഒരു ധൈര്യവും അതിനൊരു ബുദ്ധിയും. അതാണ് ഞാൻ പറഞ്ഞത്, കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി ഇത് നടപ്പാക്കണമെങ്കിൽ നമ്മളിപ്പോൾ കൃത്യസമയത്ത് ദിവസവും എഴുന്നേറ്റ് കൃത്യമായിട്ട് സാത്വിക സമയത്ത് തന്നെ എഴുന്നേറ്റ് പ്രവർത്തിക്കണമെങ്കിലൊക്കെ അതിനൊക്കെ ഒരു ധൈര്യം വേണം. അത് മുടങ്ങാതെ കൊണ്ടു കിടക്കണമെങ്കിൽ ഭക്ഷണ കാര്യങ്ങളോ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ പോലും ശാസ്ത്രവിധി പ്രകാരം യഥാവിധി അനുഷ്ഠിക്കണമെങ്കിൽ പലതരത്തിലുള്ള വിഘാതങ്ങളും സൃഷ്ടിക്കാൻ ഇടവുണ്ട്, വിഘാതങ്ങളും വന്നു ഭവിക്കാനും ഇടവുണ്ട്. അവിടെയൊക്കെ അത് മുടങ്ങാതെ കൊണ്ടു കിടക്കുന്നതിന് ഒരു ധൈര്യം വേണം. ആ ധൈര്യത്തെയാണ് ഇവിടെ സാത്വിക ധൈര്യം എന്ന് പറയുന്നത്. ഏയാതു ധർമ്മകാമാർത്ഥാൻ ധാരയതേ അർജുന ധൃത്യാ ധാരയതേ അർജുന പ്രസംഗേന ഫലാകാംക്ഷി ധൃതി സ പാർത്ഥരാജസി. ഏയാതു ധർമ്മകാമാർത്ഥാൻ ധൃത്യാ ധാരയതേ അർജുന പ്രസംഗേന ഫലാകാംക്ഷി ധൃതി സ പാർത്ഥരാജസി. അല്ലയോ അർജുന, യാതൊരു ധൃതിയാലാണോ ധർമ്മം, അർത്ഥം, കാമം എന്നീ പുരുഷാർത്ഥങ്ങളെ നിർവഹിക്കുന്നതും അവയിലുള്ള ആസക്തി ഹേതുവായിക്കൊണ്ട് ഫലേച്ഛ ഉളവാക്കുന്നതും ആ ധൃതി രജോഗുണ പ്രധാനമാണ്. അപ്പം രജോ ഗുണ ബുദ്ധിയാണ് മനുഷ്യന് പൊതുവേ ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ രജോ ഗുണമായിട്ടുള്ള ധൈര്യം, നമ്മൾ ഇച്ഛിക്കുന്ന കാര്യം വാസനാബലത്താൽ നമുക്ക് ആ ബുദ്ധിയെ, ഇല്ലെങ്കിൽ തിരിച്ചറിയാത്ത ബുദ്ധിയാണെങ്കിൽ പോലും അനുകരണ ഭാവത്തിൽ അത് അനുസരിക്കണമെങ്കിലും അത് അനുഷ്ഠിക്കണമെങ്കിലും അതിനൊരു ധൈര്യം വേണം. അപ്പം നമ്മൾ ഇച്ഛിക്കുന്ന കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ഉപദ്രവിച്ചിട്ടാണെങ്കിലും കാര്യങ്ങൾ നടക്കണം, ഇല്ലെ പിടിച്ചു പറിക്കണം. അപ്പൊ രജോ ഗുണാത്മകമായ ആഗ്രഹങ്ങൾ, വികാര വിചാരങ്ങൾക്ക് അടിമയായിക്കൊണ്ട് പ്രവർത്തിക്കണമെങ്കിൽ പോലും അതിനൊരു ധൈര്യം വേണം. അത് രജോ ഗുണാത്മകമായ ധൈര്യമായിരിക്കും. അപ്പം യാതൊരു ധൈര്യത്താലാണോ ധർമ്മം, അർത്ഥം, കാമം, അതായത് ഈ പുരുഷാർത്ഥങ്ങളെ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഏത് ധർമ്മമാർഗവും പ്രവർത്തിക്കാം. അപ്പൊ അതുകൊണ്ട് അത് ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനുള്ള ഒരു ധൈര്യം, അത് രജോ ഗുണാത്മകമായ ധൈര്യമായിരിക്കും. അവരുടെ ബുദ്ധിയും പ്രവർത്തിക്കാൻ രജോ ഗുണാത്മകമായ ബുദ്ധിയായിരിക്കും. ധർമ്മത്തെ അധർമ്മത്തെയും വേണ്ട വിധത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ടോ ഇല്ലെങ്കിൽ ഗുണദോഷങ്ങളെ വേണ്ട വിധത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കില്ല താൻ ഇച്ഛിക്കുന്ന കാര്യം അങ്ങ് സാധിക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന ഒരു ധൈര്യം, അതാണ് രജോ ഗുണാത്മകമായ ധൈര്യം. മറ്റേ സാത്വികമായ ധൈര്യം എന്ന് പറയുന്നത് അത് ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനുള്ള കഴിവ്. ഇനി തമോ ഗുണാത്മകമായ ധൈര്യം എന്ന് പറയുന്നത് യാ സ്വപ്നം, ഭയം, ശോകം, വിഷാദം, മതമേവച നാ വിമുഞ്ചതി ദുർമേധ ധൃതി സ പാർത്ഥ താമസി. അല്ലയോ പാർത്ഥ, ദുഷ്ടബുദ്ധിയായ മനുഷ്യൻ യാതൊന്നുകൊണ്ടാണോ മിഥ്യാസങ്കല്പങ്ങളും ഭയത്തെയും ദുഃഖത്തെയും വിഷാദത്തെയും മതത്തെയും വിട്ടുകളയാതിരിക്കുന്നുവോ ആ ധൃതി താമസമാകുന്നു, തമോ ഗുണപ്രധാനമാകുന്നു. ഇനി തമോ ഗുണമായ അസുരീഭാവത്തിൽ വർത്തിക്കുന്നവരായാലും വേണ്ടത് വേണ്ട വിധത്തിൽ ചെയ്യാതെ വെറുതെ ഇരിക്കാനും ഇല്ലേ വെറുതെ കിടന്നുറങ്ങാനും ഒക്കെ ഇതിനൊക്കെ വേണമെങ്കിലും ഒരു ധൈര്യം വേണമല്ലോ. അനങ്ങാപ്പാറ പോലെ ഇരുന്നു കൊണ്ട് കാര്യങ്ങളൊക്കെ സാധിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നവനും പണിയൊന്നും ചെയ്യാതെ ഇരിക്കുന്നവനും അലസനായിട്ടിരിക്കുന്നവനും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായി പോകുന്നവനും വേണ്ടത് വേണ്ട വിധത്തിൽ തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്നവനും ഇതിനൊക്കെ ഒരു ധൈര്യം വേണം. അപ്പൊ ആസുരി ഭാവത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരാളെ വെറുതെ ഉപദ്രവിക്കാനും ഇല്ലെ പിടിച്ചു പറിക്കാനും വക്രബുദ്ധി കൊണ്ട് എന്തെങ്കിലും നേടണമെങ്കിലും അനങ്ങാതിരിക്കാനും അല്ലെങ്കിൽ ആ സുഖമാണ് അതാണ് ശ്രേഷ്ഠം എന്ന് വിചാരിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നവനും ഇതിനൊക്കെ ഒരു ധൈര്യം വേണമല്ലോ. എത്ര പറഞ്ഞാലും കേൾക്കാതെ അതേ മാർഗത്തിൽ തുടരുന്ന എത്രയോ പേരുണ്ട് അലസന്മാരായിട്ടും കിടന്നുറങ്ങുന്നവരും. അനായാസന കാര്യം നടക്കണം, അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഒന്നും കുറവില്ലാതെ നടക്കുകയും വേണം. എന്നാ 5 പൈസയുടെ പണി എടുക്കാതെ ഇരിക്കുക, അങ്ങനെ വെറുതെ ഇരിക്കാനും വേണ്ട ഒരു ധൈര്യം. അപ്പൊ അതുകൊണ്ട് അത് ആണ് ഇവിടെ പറഞ്ഞത്.
അതുകൊണ്ട് ഈ ധൈര്യവും, അതായത് ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. സാത്വിക ത്യാഗമനസ്ഥിതി ഉണ്ടായിരിക്കണം, സാത്വികനാകണം, സാത്വിക ജ്ഞാനം നേടണം, സാത്വിക കർമ്മങ്ങൾ ചെയ്യണം, സാത്വിക ബുദ്ധി ഉപയോഗിക്കണം, സാത്വികമായിട്ടുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ സ്വഭാവത്തിലുള്ള വേരിയേഷൻസ് നമ്മൾ ഇതിൽ നിന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ബുദ്ധിയും നമ്മുടെ ധൈര്യവും നമ്മുടെ സ്വഭാവവും ഒക്കെ ഏത് തരത്തിലാണെന്ന് തിരിച്ചറിയാൻ ഒരു അവസരം മാത്രം. അപ്പൊ അത് വേണ്ട വിധത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ പരിവർത്തനം വരുത്തണം. അത് നിത്യനൈമിത്യ കർമ്മങ്ങൾ ഉപേക്ഷിക്കാതെ ഭഗവാൻ പറഞ്ഞ സത്യയോടെ ചെയ്യേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്, നിത്യനൈമിത്യ കർമ്മങ്ങൾ, യജ്ഞദാന തപകർമ്മങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ അതൊക്കെ ധൈര്യമായിട്ട് നടക്കണമെങ്കിൽ, അതിന് ഉറച്ച ബുദ്ധി വേണമെങ്കിൽ, സെൽഫ് ഡിസിഷനനുസരിച്ച് ത്യാഗമനസ്ഥയോടെ നടപ്പാക്കണമെങ്കിൽ, ആത്മനിയന്ത്രണവും ദയയും ത്യാഗമനസ്ഥിതിയും ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന മാർഗത്തെ നമ്മൾ അവലംബിച്ച് നമ്മുടെ സ്വഭാവത്തിൽ പരിവർത്തനം വരുത്താതെ ഈ പറയുന്ന മോക്ഷസന്യാസം സാധ്യമല്ല എന്നർത്ഥം. അതായത് ഈശ്വര സാക്ഷാത്കാരം നമുക്ക് സാധ്യമല്ലാതെ വരും എന്നർത്ഥം. അതുകൊണ്ടാണ് ഇനി പറയുന്നത്, ഈ 3 തരത്തിൽ ഈ പറയുന്ന സ്വഭാവം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് കിട്ടുന്ന സുഖത്തിന്റെ ഭേദങ്ങളെ പറയുകയാണ്. ഏതായാലും എന്തെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഒരു ജീവിതത്തിൽ മനുഷ്യന് എത്ര ആസുരി ഭാവത്തിലോ ഇല്ലേ രജോ ഗുണാത്മകമായിട്ടോ തമോ ഗുണമായിട്ടോ സാത്വികമായിട്ടോ ജീവിക്കുന്നവർക്ക് ജീവിതത്തിന്റെ ഗതിവിഗതികളിൽ തന്നെ സുഖവും ദുഃഖവും ഒക്കെ മാറി മാറി വരുമ്പം ഏതെങ്കിലും തരത്തിൽ സുഖം അനുഭവിക്കാത്തവരും ഉണ്ടാകില്ല, ദുഃഖം അനുഭവിക്കാത്തവരും ഉണ്ടാകില്ല, താപത്രയങ്ങളും ബന്ധനത്രയങ്ങളും ഉണ്ടാക്കാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. അപ്പം നമുക്ക് സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള സുഖം, ഏത് തരത്തിൽ സ്വഭാവമുള്ളവർക്ക് ഏത് തരത്തിലുള്ള സുഖമായിരിക്കും കിട്ടുക എന്നതായിരിക്കും ഇവിടെ ഇനി ഭഗവാൻ പറയുന്നത്. അതായത് അനുഭവത്തിൽ നമുക്ക് ഏത് തരത്തിലുള്ള സുഖമാണ് അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഏത് തരത്തിലുള്ള സുഖം, സാത്വിക സുഖമാണോ അത് രാജസ സുഖമാണോ അത് താമസ സുഖമാണോ, ഇതിന്റെ സുഖത്തിന്റെ വകഭേദത്തെയാണ് പറയുന്നത് എന്നർത്ഥം. അപ്പൊ സുഖവും ദുഃഖവും അനുഭവിക്കാതിരിക്കുന്ന ഒരു മനുഷ്യരുമില്ല. അത് മന്ത്രി ആയാലും വേണ്ടില്ല, ഏത് ഭാവത്തിൽ വർത്തിക്കുന്നവരായാലും മനുഷ്യ കുലത്തിൽ ജനിച്ചവരെല്ലാവരും തന്നെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള സുഖമാണ് നമ്മൾ അനുഭവിക്കുന്നത്, അനുഭവത്തിലൂടെ യഥാർത്ഥത്തിലുള്ള സുഖം നമുക്ക് അനുഭവസ്ഥമാകണമെങ്കിൽ, അഥവാ ശാശ്വതമായ സുഖം അനുഭവിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതനുസരിച്ചുകൊണ്ട് സ്വഭാവത്തിൽ പരിവർത്തനം വരുത്തണം എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ സുഖത്തിന്റെ ഭേദത്തെ പറയുകയാണ് ഇവിടെ. സുഖം തിദാനിം ത്രിവിധം ശൃണുവേം ഭരതക്ഷഭ അഭ്യാസ രമതേയത്ത ദുഃഖാന്തം ന നിഗച്ഛതി. ഹേ അർജുന, പരിശീലനം കൊണ്ട് നിത്യപരിചയത്താൽ യാതൊരു സുഖത്തിൽ മനുഷ്യർ രമിക്കുകയും ദുഃഖാവസാനത്തെ അഥവാ ദുഃഖമില്ലായ്മയെ പ്രാപിക്കുകയും ചെയ്യുന്നുവോ ആ 3 വിധമായ സുഖത്തെക്കുറിച്ച് ഇപ്പോൾ എന്നിൽ നിന്ന് കേട്ടുകൊള്ളുക. അപ്പം ഇവിടെ സ്വഭാവത്തിൽ ഉണ്ടാക്കാവുന്ന പരിവർത്തനങ്ങളും ശ്രേഷ്ഠമായ സ്വഭാവത്തിലേക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്നതായ സ്വഭാവത്തെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് അത് ധൈര്യത്തോടെ നടപ്പാക്കി ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിലുള്ള സുഖം എന്താണ്, ശാശ്വത സുഖം നമുക്ക് ദുഃഖിക്കാൻ വേണ്ടിയിട്ടല്ല, ദുഃഖം അനുഭവിക്കാൻ വേണ്ടിയിട്ടോ ഈ പ്രാരാബ്ധങ്ങളെ കൊണ്ട് പരിഭ്രാന്തരായിട്ട് ഇല്ലേ ജീവിതം വേണ്ട വിധത്തിൽ അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ ദുഃഖഹേതുക്കളോ ഇല്ലേ ദുഃഖം അനുഭവിച്ചുകൊണ്ട് തന്നെ ജീവിതം വ്യർത്ഥമാക്കാനല്ല മനുഷ്യനെ ഭഗവാൻ പാരിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ബുദ്ധിഭേദത്തെ യഥാവിധി നമ്മൾ വരുത്തി സാത്വികമായ ആ സുഖം, ശാശ്വതമായ സുഖം അനുഭവിക്കണമെങ്കിൽ ഈ നമ്മുടെ സ്വഭാവം വെച്ചുകൊണ്ട് തന്നെ 3 തരത്തിലുള്ള സുഖമായിരിക്കും നമ്മൾ അനുഭവിക്കുക. ഇതിലേതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ശാശ്വതമായ സുഖം അനുഭവിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ സാത്വിക സുഖത്തിന്റെ പ്രത്യേകത എന്താണ്, രജോ ഗുണാത്മകമായ സുഖത്തിന്റെ പ്രത്യേകതയാണ്, തമോ ഗുണാത്മകമായ സുഖത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഇവിടെ ഭഗവാൻ വേർതിരിച്ച് സത്വരജ തമോ ഗുണങ്ങളുടെ ഭേദമനുസരിച്ചു കൊണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ ജീവിത അനുഭവത്തിലൂടെ റിസൾട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. അനുഭവജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ഈ ഒരു അനുഭവം ഉണ്ടാകണം. അപ്പൊ ഈ ഭഗവാൻ പറഞ്ഞിട്ടുള്ള മാർഗങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ പരിവർത്തനം വരുത്താതിരുന്നാൽ ഇല്ലെ നിലവിലെ സ്ഥിതിയിൽ നമ്മൾ ഏത് സുഖമാണ് അനുഭവിക്കുന്നത് എന്നൊന്ന് തിരിച്ചറിയുക. അപ്പൊ നമ്മുടെ ഉദ്ദേശവും പ്രാർത്ഥനയും ഇല്ല ഈശ്വരന പൂജയ്ക്ക് പോലും ഉപയോഗിക്കുന്നതിൽ ഭക്തിമാർഗത്തിൽ വരാൻ തന്നെ കാരണം നമുക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാ
മനുഷ്യരും പ്രാർത്ഥിക്കുന്നത്. ഏത് മതത്തിൽപ്പെട്ടവരായാലോ എനിക്ക് ശാശ്വതമായ സ്തുതിയും ശാന്തിയും ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈശ്വര പ്രാർത്ഥന നടത്തുന്നത്. അത് ആസുരീഭാവത്തിൽ വർത്തിക്കുന്നവരായാലും ഈശ്വര വിശ്വാസം ഇല്ലാത്തവർക്ക് പോലും ആഗ്രഹം ശാശ്വത ശാന്തിയും സുഖവും തന്നെയാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അവരതിനു വേണ്ടിയിട്ടാണ് ആസുരീഭാവത്തിൽ വർത്തിക്കുന്നതെങ്കിലും അപ്പോൾ അവരനുഭവിക്കുന്ന സുഖം ഏത് തരത്തിലുള്ളതാണ് എന്ന് തിരിച്ചറിയണം. അപ്പോഴേ നമുക്ക് ശാശ്വതമായ സുഖത്തിലേക്ക് എത്താൻ സാധിക്കുമോ, ഇല്ലെങ്കിൽ അതിനെന്തൊക്കെ ചെയ്യണം എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ ഈ സുഖഭേദത്തെ, 3 വിധത്തിലുള്ള സുഖത്തെ പറ്റി ഭഗവാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. സുഖം തിദാനീം ത്രിവിധം ശൃണുമേം ഭരതക്ഷഭ അഭ്യാസ രമതേയത്ത ദുഃഖാന്തം ന നിഗച്ഛതി. ഹേ അർജുന, പരിശീലനം കൊണ്ട്, അതായത് നിത്യപരിചയത്താൽ ഇതുവരെ സാത്വികനായിട്ട് മാറണം. സാത്വിക ബുദ്ധി, സാത്വിക കർമ്മം, സാത്വിക ജ്ഞാനം, സാത്വിക ത്യാഗമനോഭാവം, സാത്വിക ബുദ്ധിയും സാത്വിക ധൈര്യവും ഉപയോഗിച്ച് പ്രവർത്തിച്ചാൽ മനുഷ്യർ ഏതൊരു സുഖത്തിൽ മനുഷ്യർ രമിക്കുകയും ദുഃഖാവസാനത്തെ അഥവാ ദുഃഖമില്ലായ്മ ശാശ്വതമായ സുഖത്തെ പ്രാപിക്കുകയും ചെയ്യുന്നുവോ, ആ 3 വിധമായ ആ സുഖത്തെക്കുറിച്ച്, അതിന്റെ ഭേദത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയാം, കേട്ടുകൊള്ളുക. എത്തദഗ്രേ വിഷമിവ പരിണാമേ മൃതോപമം തത്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം. അപ്പൊ ശാശ്വതമായ സുഖത്തിന്റെ പ്രത്യേകത എന്താ? അത് കിട്ടണമെന്നുണ്ടെങ്കിൽ യാതൊരു സുഖം തുടക്കത്തിൽ വിഷം പോലെയും ഒടുക്കം അമൃത് പോലെയും ഇരിക്കുന്നുവോ, ആത്മബോധത്തിന്റെ പ്രസന്നതയിൽ നിന്നിൽ ഉണ്ടാകുന്ന ആ സുഖം സാത്വിക സുഖം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് ജ്ഞാന വൈരാഗ്യ ധ്യാന സമാധികളുടെ ആരംഭത്തിൽ അത്യന്തമായ ക്ലേശം, അതായത് അത്യന്ത ആയാസം വേണ്ടി വരുന്നതിനാൽ അഥവാ ക്ലേശം വേണ്ടി വരുന്നതിനാൽ അത് വിഷം പോലെ ദുഃഖാത്മകവും ജ്ഞാന വൈരാഗ്യാദികളുടെ പരിഭാഗം കൊണ്ടുണ്ടാകുന്ന സുഖം അമൃതത്തിന് തുല്യമായിരിക്കുകയും ചെയ്യും എന്ന് ശങ്കരഭാഷ്യത്തിൽ ഈ സാത്വിക സുഖത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭക്തിയോഗത്തിൽ തന്നെ ഭഗവാൻ പറഞ്ഞല്ലോ, അവ്യക്തമായിരിക്കുന്ന എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശരീരത്തെ വരെ ക്ലേശിപ്പിക്കേണ്ടതായിട്ട് വരും. ക്ലേശവും അധികതരശേഷാം അവ്യക്താസചേതസാം അവ്യക്താക്കി ഗതിർ ദുഃഖം ദേഹവിർ അവിരവ്യാപ്യത്തെ. അപ്പൊ ശരീരത്തിന് വരെ ക്ലേശം ഉണ്ടാകുന്ന അവസ്ഥയും നമുക്കൊക്കെ ഇപ്പൊ സ്വിച്ചിട്ട കാര്യം നടക്കണം, ഒക്കെ അനായാസന കാര്യം നടക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ശകലം പോലും ക്ലേശം സഹിക്കാൻ ആരും സഹായമല്ല. അപ്പൊ ക്ലേശം സഹിച്ചാൽ മാത്രമേ ശാശ്വതമായ സുഖം അനുഭവിക്കാൻ സാധിക്കൂ. അതാണ് തുടക്കത്തിൽ വിഷം പോലെ ഇരിക്കും, പക്ഷെ കാലക്രമത്തിൽ അത് അമൃത തുല്യമായിട്ട് മാറും. അതുപോലെ ഏത് സുഖമാണോ, അതായത് അത് ആത്മബോധത്തിന്റെ പ്രസന്നതയിൽ നിന്നുണ്ടാകുന്ന സുഖം ആണ് സാത്വികമായ സുഖം എന്നർത്ഥം. അവിടെ നമ്മുടെ സ്വഭാവത്തിൽ പരിവർത്തനം വരുത്താതെ, ആ സ്വഭാവത്തിൽ പരിവർത്തനം വരുത്തണമെന്നുണ്ടെങ്കിൽ തന്നെ അധികമായ ക്ലേശങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും. അതാണ് ശരീരത്തിന് വരെ ക്ലേശം ഉണ്ടാകും. ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്, വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്, മനസ്സുകൊണ്ട് ചെയ്യേണ്ട തപസ് യഥാവിധി ചെയ്തതിന് ശേഷം യജ്ഞദാന തപകർമ്മങ്ങൾ യഥാവിധി പൂർത്തിയാക്കണമെങ്കിൽ വളരെ ശ്രദ്ധ വേണം. അതിനൊക്കെ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇന്നത്തെ മനുഷ്യന് ആരും ക്ലേശം സഹിക്കാൻ തയ്യാറല്ല. എല്ലാ കാര്യങ്ങളും അനായാസന നടക്കണം, എല്ലാവർക്കും സുഖമായിട്ട് കഴിയണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആർക്കും ക്ലേശം സഹിക്കാൻ തയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ശാശ്വതമായ സുഖം ഒരിക്കലും അനുഭവിക്കാനും സാധ്യമല്ല എന്നർത്ഥം. അപ്പൊ കുറച്ചൊക്കെ ക്ലേശം സഹിക്കാൻ സാധിച്ചാൽ കുറച്ചു കാലമെങ്കിലും നമുക്ക് ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ സാധിക്കും. സമാധാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, സൂപ്പർ മാർക്കറ്റിൽ പോയി കിട്ടുന്നതല്ല, അത് സ്വയം ഉണ്ടാക്കിയെടുക്കണം. ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് ക്ലേശം സഹിക്കണം. അപ്പം ആദ്യം കുറച്ച് ക്ലേശമൊക്കെ ഉണ്ടായാലും പിന്നീട് അമൃത തുല്യമായിട്ട് അത് ആത്മബോധത്തിൽ നിന്ന്, ആ പ്രസന്നതയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രസാദേ സർവ്വദുഃഖാനാം ഹാനിരസ്യോപ. അടിസ്ഥാനപരമായിട്ട് ഈശ്വര പ്രസാദം നേടിയാൽ മാത്രമേ സകല ദുഃഖങ്ങളിൽ നിന്നും മോചനം കിട്ടുകയുള്ളൂ എന്ന് 2-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു. പ്രസാദേ സർവ്വദുഃഖാനാം ഹാനിരസ്യോപജായതേ. ഭഗവാനാണ് ആത്മബോധത്തെ ആധാരമായിട്ട്. നിങ്ങളുടെ ആത്മാവ് തന്നെ പരമാത്മാവിന്റെ അംശമാണെങ്കിൽ ആ ആത്മബോധം അഥവാ ആത്മജ്ഞാനം ലഭിച്ചാൽ അവന് ശാശ്വതമായ സുഖം അനുഭവിക്കാൻ സാധിക്കും. അത് അനുഭവിക്കണമെങ്കിൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കുറച്ച് ക്ലേശങ്ങളൊക്കെ സഹിക്കണം. അതൊരു കാലഘട്ടം വരെ. അത് കഴിഞ്ഞാലോ ശാശ്വതമായ സുഖം അമൃത തുല്യമായിട്ട് അനുഭവിക്കാനും സാധിക്കും. അമൃത തുല്യം ആദ്യ തുടക്കത്തിൽ വിഷം പോലെ ഇരുന്നാലും പിന്നീട് ശാശ്വതമായ സുഖം അനുഭവിക്കാൻ സാധിക്കും. അതിനെയാണ് സാത്വിക സുഖം അഥവാ അമൃത തുല്യമായ സുഖം
ആ നാ ശോചിതും അർഹസി എന്ന് ഭഗവാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ. എപ്പോഴും ഹാപ്പിനെസ്, നമുക്ക് സന്തോഷം മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഈ സാത്വിക സുഖത്തിലൂടെ മാത്രമേ സാധിക്കൂ. അതിന് ആത്മജ്ഞാനം നേടുക തന്നെ വേണം, ആത്മബോധം ഉണ്ടാക്കണം. ആത്മബോധം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അഷ്ടാംഗയോഗം നിത്യയുക്തമായിട്ട് അനുസരിക്കണം. അതിന് കുറച്ച് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് ക്ലേശങ്ങൾ ഉണ്ടാകും. ആ ക്ലേശങ്ങൾ സഹിക്കാൻ ആത്മനിയന്ത്രണവും ത്യാഗമനസ്ഥയും കൃത്യനിഷ്ഠയും ഭക്തിയും വിവേചന ശക്തിയും ദൃഢനിശ്ചയും ഒക്കെ വേണം. അപ്പോൾ മാത്രമേ അത് ക്ലേശങ്ങളെ ഒക്കെ സഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ, ഇപ്പൊ കുറെ കാലത്തോളം ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് 18 വർഷത്തെ സാധനാബലത്താൽ ശാശ്വതമായ സുഖം അനുഭവിക്കുന്നുണ്ട് ഞാൻ. ആ പ്രസന്നത എനിക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. അവിടെ ഒരിക്കലും വിഷാദമോഹനായിട്ട് ഇരിക്കേണ്ട അവസ്ഥ വരില്ല. ഏത് സമയത്ത് എപ്പോഴും പ്രസന്നനായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ആര് കരഞ്ഞുകൊണ്ട് വന്നാലും അവരെയൊക്കെ സന്തോഷിപ്പിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിടാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ അമൃതതുല്യമായ ശാശ്വതമായ സുഖത്തെ അനുഭവിക്കുന്നുണ്ട് എന്നർത്ഥം. അത് അനുഭവത്തിലൂടെ തന്നെ നമുക്ക് അനുഭവിച്ച്, അത് അമൃതതുല്യമായിട്ട് അനുഭവിച്ച് അത് ശീലം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. അത് തന്നെയാണ് ജീവൻ മുക്തി, അതാണ് പരമപദം എന്ന് നമുക്ക് അനുഭവത്തിൽ എത്തിയാൽ പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ഒരിക്കലും വ്യതിചലിക്കില്ല. കാരണം പിന്നെ ഒരിക്കലും ദുഃഖിക്കേണ്ടതായിട്ടില്ല. ദുഃഖ കാരണങ്ങള് ഒഴിവായാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ലല്ലോ. ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ ഇട വന്നു കഴിഞ്ഞാൽ, അതിനുള്ള ബുദ്ധി ഉണ്ടായാൽ, അപ്പൊ സാത്വിക സ്വഭാവം ക്രിയേറ്റ് ചെയ്ത് സാത്വികതയിൽ ജീവിതം നയിച്ചാൽ ശാശ്വതമായ സുഖം അനുഭവിക്കാം, സമാധാനം ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ അത് തുടക്കത്തിൽ കുറച്ച് ക്ലേശമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പകുതി വഴിയിൽ ഉപേക്ഷിക്കുന്ന നമുക്ക് എല്ലാവർക്കും എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, ആരംഭ സുഹൃത്തം ഭയങ്കര, അത് ശാശ്വതമായിട്ട് നിലനിർത്താൻ നിർദ്ദേശയും ഭക്തി വിവേചന ശക്തി, ഇപ്പൊ യോഗയും ഇല്ലെ ആർട്ട് ഓഫ് ലിവിങ്ങും പല കാര്യങ്ങളും ശാശ്വതമായ സുഖം അനുഭവിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പോയി പരിശീലിക്കും. ആരംഭ സൂത്രം ഭയങ്കര. അത് പിന്നെ കുറച്ച് ക്ലേശമൊക്കെ സഹിക്കാൻ തുടങ്ങുമ്പോൾ 6 മാസം കഴിയുമ്പോൾ പിന്നെ ചോദിച്ചാൽ ഞാനിത് അതൊക്കെ വിട്ടു എന്ന് പറയും. ഇങ്ങനെ ആയാൽ ശാശ്വതമായ സുഖം എങ്ങനെ നിലനിൽക്കാം? ഇപ്പൊ പ്രാണായാമം തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ദിവസവും ചെയ്യണം, എന്നാലേ അത് നിലനിർത്താൻ സാധിക്കൂ. അതിന്റെ സുഖം, അതിന്റെ ആശ്വാസം, എനർജി ലെവലിൽ നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താൻ സാധിക്കൂ. ആഹാര നിയന്ത്രണം ഒരേപോലെ നമ്മൾ പാലിച്ചാൽ അതിൽ നിന്നുള്ള ശരീര ക്ലേശങ്ങൾ ഇല്ലാതെ നമുക്ക് അതിനെ നിലനിർത്താൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ ഓരോ ചലനങ്ങളെ പറ്റി ഇതിനു മുമ്പ് ഭഗവാൻ പറഞ്ഞു. അപ്പൊ അതൊക്കെ സാത്വികതയിൽ എത്തിച്ചാൽ സാത്വിക സുഖം അനുഭവിക്കാം. ശാശ്വതമായ സുഖമാണ് സാത്വിക സുഖം. ഇനി അത് വിഷയം മാറ്റിയാൽ നമ്മൾ അനുഭവിക്കുന്ന ഇനി പറയുന്ന 2 വിധത്തിലുള്ള സുഖമായിരിക്കും. വിഷയേന്ദ്രിയ സംയോഗം എത്തതക്കരെ മൃതോപമം പരിണാമേ വിഷമേ തത്സുഖം രാജസംസ്കൃതം. ഇനി വിഷയേന്ദ്രിയങ്ങളുടെ പരസ്പര ബന്ധത്തിൽ നിന്നുണ്ടാകുന്നത് ആദ്യം അമൃതതുല്യമായ സുഖം അനുഭവിക്കുകയും പിന്നീട് ദുഃഖിക്കേണ്ടി വരികയും വിഷം പോലെ ഇരിക്കുകയും ചെയ്യുന്ന സുഖം രാജസുഖം എന്ന് പറയുന്നു. വിഷയസുഖം ബലം, രൂപം, വീര്യം, പ്രജ്ഞ, മേധ, ധനം, ഉത്സാഹം എന്നിവയ്ക്ക് ഹാനികരവും അതിനാൽ വിഷതുല്യമാകുന്നു എന്ന് ശങ്കരഭാഷ്യം പറയും. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ പോലും പ്രീണിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ സുഖം അനുഭവിക്കണം. അതായത് അനായാസേന ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യപ്പെടുന്ന കർമ്മങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യണം. അമൃതതുല്യമായ സുഖം ആദ്യം അനുഭവിക്കുകയും പിന്നീട് അത് ദുഃഖഹേതുക്കളായിട്ട് മാറുകയും ചെയ്യാം. അപ്പൊ ആഹാരം കഴിക്കുന്നത് തന്നെ നമുക്ക് സ്വാദിഷ്ടമാക്കാൻ വേണ്ടിയിട്ട് എരിവും പുളിയും ഒക്കെ മസാലയൊക്കെ ചേർത്ത് കഴിച്ചാൽ അത് അന്നേരം വലിയ സുഖവും ആശ്വാസവും നല്ല സന്തോഷമൊക്കെ തോന്നും. ഭാവിയിൽ അത് ദുഃഖശോകം അയപ്രദമായിട്ട് മാറും. ഇത്തരത്തിലുള്ള സുഖമാണ് രാജസ സുഖം എന്ന് പറയുന്നത്. മനുഷ്യർ പൊതുവെ ഇത്തരത്തിലുള്ള സുഖം അനുഭവിക്കാം. കാരണം ആദ്യമൊക്കെ അതാണ് നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ട് അത്തരത്തിലൊക്കെ പ്രവർത്തിച്ച് ഭാവിയിൽ അത് ദുഃഖഹേതുക്കളായിട്ട് മാറും. അങ്ങനെയാണ് ശരിക്കും ആധ്യാത്മിക ദുഃഖവും ആദിദൈവിക ദുഃഖവും ആദിഭൗതിക ദുഃഖവും ഒക്കെ വന്നു ഭവിക്കുന്നത്. അത് തന്നെ ബന്ധകാരണങ്ങളായിട്ട് മാറുന്നതും ഈ രജോ ഗുണ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നമ്മള് ഏത് കാര്യം എടുത്തോളൂ, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രക്രിയകളിലും ഉണ്ടാകുന്ന, അതിൽ നിന്നുണ്ടാകുന്ന അനുഭവിക്കുന്ന സുഖം, ഇനി ഈശ്വരന്റെ അനുഗ്രഹം കിട്ടിയാൽ പോലും പറഞ്ഞല്ലോ അതിൽ ദോഷമുണ്ടാകും. അത് തിരിച്ചറിയാതെ പ്രവർത്തിച്ചാൽ ആദ്യം അമൃത തുല്യമായിട്ട് തോന്നും, പിന്നീട് അതിന്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുവാൻ ദുഃഖഹേതുക്കളായിട്ട് മാറും. അപ്പം എന്ത് കിട്ടിയാലും അതിന് സുഖവും ദുഃഖവും ഇല്ലെങ്കിൽ ഉണ്ടാക്കുന്നതായ ഗുണവും ദോഷവും ഉണ്ടാവും. അത് തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്ന രജോ ഗുണാത്മകമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്നത് ആദ്യം സന്തോഷകരമായിരിക്കും, പിന്നീട് ദുഃഖത്തെ ഉണ്ടാക്കുന്നത്. ഏതൊരു സുഖമാണോ അത് രജോ ഗുണത്തിൻ സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്ന ദുഃഖം. അപ്പൊ നമ്മൾ തന്നെയാണ് ഈ ഇടയ്ക്കിടയ്ക്ക് സുഖവും ദുഃഖവും മാറി വരാൻ കാരണം എന്നർത്ഥം. ഇനി തമോ ഗുണാത്മകമായ സുഖത്തെ പറ്റി പറയാണ്. യദഗ്രേ ചാനുബന്ധേജം സുഖം മോഹനമാത്മന നിദ്രാലസ്യ പ്രമോദത്തം തത്താമസമുദാഹൃതം.
യാതൊരു സുഖം, നിദ്ര, ആലസ്യം, പ്രമാദം ഇവയിൽ നിന്നുണ്ടാകുന്നതും തുടക്കം മുതൽ ഒടുക്കം വരെ ആത്മാവിനെ മയക്കുന്നതും ആയ സുഖം താമസം എന്ന് പറയുന്നു. തമോ ഗുണത്തിന്റെ സുഖം അത് ലഹരി പദാർത്ഥങ്ങളിൽ നിന്നോ ഉറങ്ങുന്നതിൽ നിന്നോ അനങ്ങാതിരിക്കുന്നതാണ് സുഖം എന്ന് വിചാരിക്കുന്നതോ, ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ട്, ഇല്ലെങ്കിൽ എപ്പോഴും ആത്മാവിനെ പോലും മയക്കുന്ന വിധത്തിൽ ജീവിതം നയിക്കുന്ന അതിൽ നിന്ന് കിട്ടുന്ന സുഖം. അപ്പൊ അനങ്ങാതിരിക്കാനും വെറുതെ കിടന്ന് ഉറങ്ങിയിട്ട് അനുഭവിക്കുന്ന സുഖം, ഇല്ലെങ്കിൽ ദുഃഖങ്ങളെ മറക്കാൻ വേണ്ടിയിട്ട് ലഹരി പദാർത്ഥങ്ങളെ ആഗ്രഹിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സുഖമാണ് ശ്രേഷ്ഠം എന്ന് കരുതുന്ന ആ സുഖം, അങ്ങനെ അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ തമോ ഗുണാത്മകമായ സുഖമാണ്. അത് തൻ്റെ ജീവിതത്തിന് തന്നെ നാശമുണ്ടാക്കും, കൂടെയുള്ളവരുടെയും നാശമുണ്ടാക്കുന്ന വിധത്തിലുള്ള സുഖം. അതാണ് തുടക്കത്തിൽ തന്നെ അത് ക്ലേശമായിരിക്കും ഉണ്ടാക്കുക, ശാശ്വതമായ ക്ലേശം ഉണ്ടാക്കും, ആ ശരീരത്തിനും കേടുവരുത്തും, കൂടെയുള്ളവർക്കും സർവനാശം ഉണ്ടാക്കുന്നതായ അസുരീഭാവത്തിൽ കിട്ടുന്ന സുഖം അത് തമോ ഗുണാത്മകമായ സുഖമാണ്. ഇങ്ങനെ 3 വിധത്തിലുള്ള സുഖഭേദങ്ങളെയും പറഞ്ഞു. അപ്പം നമ്മുടെ സാത്വിക, രാജസ, താമസ സ്വഭാവം അനുസരിച്ചുകൊണ്ട് നമ്മൾ സാത്വികനായിരിക്കണം, സാത്വിക ജ്ഞാനമാർജിക്കണം, സാത്വിക കർമ്മങ്ങൾ ചെയ്യണം, സാത്വിക ബുദ്ധി ഉപയോഗിക്കണം, സാത്വിക ത്യാഗമനസ്ഥിതി ഉണ്ടായിരിക്കണം, സാത്വിക ധൈര്യം ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ സാത്വികതയിൽ നിന്നുകൊണ്ട് സ്വഭാവത്തിൽ പരിവർത്തനം വരുത്തിക്കൊണ്ട്, ആദ്യം കുറച്ച് ഇത്രയൊക്കെ പരിവർത്തനം വരുത്തണമെങ്കിൽ തന്നെ അധികം പറയാൻ എളുപ്പമാണ്, പ്രവൃത്തി കൊണ്ടുവരാൻ ക്ലേശങ്ങളുണ്ട്. ആ ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് അവർ വിഷം പോലെ ആണെങ്കിൽ പോലും ആ ക്ലേശം സഹിക്കുന്നവർക്ക് ശാശ്വതമായ ശാന്തിയും സമാധാനവും ഉണ്ടാകും. അത് സാത്വിക സുഖം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ സാത്വിക സ്വഭാവം ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നമ്മുടെ സ്വഭാവത്തിൽ പരിവർത്തനം വരുത്തണം എന്ന് തന്നെയാണ് ഭഗവാൻ പറഞ്ഞുകൊണ്ട് ഈ ശ്ലോകം അവസാനിപ്പിക്കുന്നത്. ഇനി നമ്മുടെ മനുഷ്യകുലത്തിൽ ഇതിനു മുമ്പ് തന്നെ ഭഗവാൻ പറഞ്ഞു, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാദികളെ സൃഷ്ടിച്ചതും ഞാൻ തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ സാത്വിക, രാജസ, താമസ സ്വഭാവം അനുസരിച്ചു കൊണ്ടാണ് നമ്മുടെ കുലം വരെ തീരുമാനിക്കപ്പെടുന്നതും നമ്മുടെ കർമ്മവാസനകളും ജന്മവാസനകളും ഉണ്ടാകുന്നതും ജന്മ അനുജന്മങ്ങളിലേക്ക് പോകുന്നതും മനുഷ്യകുലത്തിൽ തന്നെ ഇന്നും ഈ വ്യവസ്ഥയാണ് നിലനിൽക്കുന്നതും. അതിന്റെ പ്രത്യേകതയെ പറ്റിയാണ്, അവരുടെ സ്വഭാവം എന്തായിരിക്കണം എന്നൊക്കെ പറയുന്നതാണ് അടുത്ത ഭാഗത്തിൽ പറയുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ഇത് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോ ബ്രാഹ്മണേഭ്യഃ സുഖിനോ ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.